മോളെന്തേന്ന് ഉച്ചക്ക് വന്നത്? നല്ല തലവേദന അമ്മ, എനിക്കൊന്നും കഴിയുന്നില്ല. പനിക്കുന്നുണ്ടാ? ഇല്ല, പനിയൊന്നുമില്ല. ഞാൻ മിസ്സിനോട് ചോദിച്ചിട്ട് വന്നതാണ് വേഗം. ചോറുന്നാ മോള്? വേണ്ട, ചോറ് വേണ്ട, എനിക്കൊന്ന് കിടന്നാ മതി. എന്നാ അമ്മലേശം കട്ടൻ ചായ വെച്ചേരട്ടെ? വേണ്ടമ്മ, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ, കിടന്നാ മാറും. എന്താന്നിപ്പം വെറും തലവേദനയാണല്ല. ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വരും തോന്നുന്നു. വേറെന്തല്ല ഏട്ടാ, ലീവല്ലേ ഇനി എപ്പോഴാ ഏട്ടാ? അച്ഛനാണ് മോളെ. കട്ടയല്ല, ഞാൻ വരുന്നു. വെക്കല്ലേ ഏട്ടാ, മോള് വരുന്നുണ്ട്. ഓ അതെ, മോള് വരുന്നുണ്ടാ? വരട്ടെ. ഹലോ അച്ഛാ. മോളെ എന്തുണ്ട്, സുഖല്ലേ? സുഖം തന്നെ. അച്ഛന് സുഖല്ലേ? ഓ, അച്ഛന് സുഖമായിട്ടിരിക്കുന്നു. പിന്നില്ല, എന്റെ പോക്കറ്റ് മണി എല്ലാം കഴിഞ്ഞു കേട്ടാ. ഓ, പോക്കറ്റ് മണി എല്ലാം തീർന്നാ? അമ്മേന്റെ അക്കൗണ്ടിലേക്കല്ലേ, എന്തേലേക്ക് അയക്കണേ? അച്ഛനയക്കാട്ടാ. ശരി അച്ഛാ, നിനക്ക് പഠിക്കാനുണ്ട്. ശരി, വെക്കുന്നേ. നല്ലോണം പഠിക്കണേ. അമ്മ കൊടുക്കാം. ശരി മോളെ. ഏട്ടാ പൈസ പോയി മുകളിലേക്ക് പോയാ? പഠിക്കട്ടെ പഠിക്കട്ടെ, ഞാൻ അയച്ചോളാം. എന്നാ ശരി, പിന്നെ വിളിക്കാട്ടാ. ശരി ഏട്ടാ, രാത്രി വിളിക്ക്. ഞാൻ അങ്ങോട്ട് വരാം. ക്യാഷ് ഞാൻ ജിപേ ചെയ്തിട്ടുണ്ട് കേട്ടാ. അടുത്തന്നെ ഞാൻ വരാം. ശരിയേട്ടാ, എന്നാ വെച്ചോ. ഏട്ടാ വെക്കല്ലേ, ഇതാ മോള് വന്ന്. ആരമ്മേ? അച്ഛനാണ്. കൊണ്ട, ഞാൻ സംസാരിക്കാം. ഹലോ അച്ഛാ. മോളെ എന്തുണ്ട്, സുഖല്ലേ? സുഖം തന്നെ അച്ഛാ. പഠിക്കുന്നല്ലേ? പഠിക്കുന്നെല്ലാം ഉണ്ട്. പിന്നില്ലേ, എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ അയക്കണേ. പൈസ എന്തിനാ ഇപ്പൊ? പൈസന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ. പൈസ അയക്കണേ. വേണ്ട ഏട്ടന് എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതി. അമ്മ എനിക്ക് പൈസ ഒന്നും തരൂല അച്ഛാ. എനിക്ക് സ്കൂളിൽ സെന്റ് ഓഫ് എല്ലാം, അതുകൊണ്ടാണ്. സെന്റ് ഓഫിനൊന്നും പൈസ ഏട്ടാ അയക്കണ്ട ഏട്ടാ. അയക്കണേ അച്ഛാ, അയക്കണേ. നല്ല അച്ഛൻ. അമ്മയാണ്. ഹലോ. പൈസ അയച്ചു കൊടുക്കല്ലേ? പൈസ ഒന്നും ഇപ്പൊ അയക്കണ്ടേ. ഏട്ടന് എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് ഞാൻ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തോളൂ. പറയുമ്പോ ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കണ്ട. ഞാൻ അയച്ചു കൊടുത്തോളൂ അവർക്ക് വേണ്ടപ്പോ. ഞാൻ കൊടുത്തോളൂ. ഏട്ടൻ എന്റെ അക്കൗണ്ടിൽ അയച്ചാ മതി. എന്നാ ശരി ഏട്ടാ.
എടാ സാധനം ഒന്ന് എത്തിച്ചേടാ പ്ലീസ്. എടാ തീർന്നട ഒട്ടൂല, എനിക്ക് പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ പറയുന്നത്. പൈസ എനിക്ക് ഇപ്പൊ അച്ഛൻ അയച്ചു തരാം, എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ അയച്ചു തരാം പ്ലീസ്. എടാ എനിക്ക് തീരെ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഹലോ ഹലോ എടാ കട്ടാക്കല്ല പ്ലീസ്. അച്ഛനെന്താ പൈസ അയക്കാത്ത? അമ്മന്റെ കയ്യിൽ അയച്ചിട്ടുണ്ടോ? അമ്മയാണെങ്കിൽ അയച്ചു തരുവില്ല. ശാന്തി പിടിക്കുന്ന എനിക്ക്. അമ്മേ 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 അച്ഛൻ ഇതുവരെ പൈസ അയച്ചിട്ടില്ല. അച്ഛൻ ഇതുവരെ പൈസ അയച്ചിട്ടില്ല. അതെന്തേ? അച്ഛൻ പൈസ അയക്കാന്ന് പറഞ്ഞല്ലേ? അമ്മ വെറുതെ പറയുന്നതായിരിക്കും. അച്ഛൻ പൈസ അയച്ചിട്ടുണ്ടാവും. അച്ഛൻ രാത്രി അയക്കാനാ പറഞ്ഞത്. അല്ല നീ എന്തിനാ കിടന്ന് ഇങ്ങനെ ചാടിക്കടിക്കുന്നേ? എനിക്ക് ഇപ്പൊ വേണം പൈസ. അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇനി തിങ്കളാഴ്ച അല്ലേ നിനക്ക് സ്കൂളിൽ പോകണ്ട, അപ്പോഴേക്ക് പോരെ പൈസ. അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്കെല്ലാം പ്ലാൻ ചെയ്യലും വേണ്ട. എനിക്ക് ഇപ്പൊ അയച്ചു കൊടുക്കണം അവർക്ക് പൈസ. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ഒന്ന് കുളിച്ചേ, വന്നിട്ട് യൂണിഫോം വരെ മാറ്റിയിട്ടില്ല, പോയി കുളിക്ക്. ഞാൻ കുളിച്ചു വരുമ്പോ പൈസ എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ആ നോക്കാം. മോളെ റിയെ, ശ്രേയന്റെ അമ്മയാന്നേ. ആ മോളെ, പിന്നില്ലേ സ്കൂളിൽ സെന്റ് ഓഫ് ഉണ്ടോ? അതിനെന്തെങ്കിലും ക്യാഷിന്റെ ആവശ്യമുണ്ടോ? അതെല്ലേ. പിന്നെ മോളെ, നിങ്ങളെ സ്കൂളില് ഏതോ ഒരു കുട്ടീന്റെ ഫാദറിന് എന്തോ സുഖമില്ലായിട്ട് നിങ്ങളെന്തോ പൈസ പിരിവെടുത്തിനോ? ഇല്ല, ഒന്നുമില്ല ആന്റി, വെറുതെ ചോദിച്ചതാ. ആ എന്നാ ഓക്കെ മോളെ, നന്നായിട്ട് പഠിക്കുന്നില്ലേ? ആ ശരി എന്നാല്.
ഹലോ എടി, നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടാടി? സാധനം തീർന്നിട്ടുള്ളത്, എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താടി പ്ലീസ്. എടി പ്ലീസ് ഡി, എൻ്റെ കഴിഞ്ഞോണ്ടാ, തീരെ പറ്റുന്നില്ല, അതുകൊണ്ടാ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒപ്പിച്ചതാ. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞ, അവൻ പറയുന്നത് പൈസ ഉണ്ടെങ്കിലേ കിട്ടുന്നതാണ്. പൈസ ആണെങ്കിൽ എനിക്ക് ഇന്ന് കിട്ടുന്നൊന്നും തോന്നില്ല. എനിക്ക് ഇതില്ലാണ്ട് പറ്റുന്നില്ല. എവിടെന്നെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ. എനിക്ക് നീ എന്തെങ്കിലും ഒന്ന് ചെയ്ത് താ പ്ലീസ്. നീ ഞാൻ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ സാധനം എത്തും. ഞാൻ നോക്ക് ചെയ്യുന്നില്ലേ? നീ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്ക്. നീ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ സാധനം എത്തും. നീ നോക്ക്. എടി ഞാനത് എങ്ങനെ ചെയ്യുവാ? എന്നാ പിന്നെ സാധനം എത്തൂല. നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ നിന്റെ കയ്യിൽ സാധനം എത്തും. ആ ഞാൻ എന്തെങ്കിലും അല്ലേ ചെയ്യാ. നീ എനിക്ക് പറ്റുന്നില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ. മോളെ അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ വിളിക്കാം. ശരി. ഒന്ന് വാതിലോർന്നേ. അമ്മ ഞാൻ പഠിക്കേന്ന്. ഒന്ന് വാതിലോർക്ക്. എന്താന്നമ്മേ? വാതിൽ തുറന്നേ. നീ ആരോട് ഫോൺ ചെയ്യുന്നുണ്ടായത്? അതെന്റെ ഫ്രണ്ട് വിളിച്ച പഠിക്കേണ്ട കാര്യം പറയാം. അതെയാ? മോക്ക് എന്തെങ്കിലും അമ്മേനോട് പറയാനുണ്ടാ? എന്താ അമ്മ? എനിക്കൊന്നും പറയാനില്ല. എന്തു പറയാൻ? മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടാ? ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടാ മോക്ക്? എനിക്ക് എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. കരയല്ല അതിന്റെ മോൾ, കരയല്ല. അമ്മയില്ലേ കൂടെ? അമ്മ അറിയാണ്ട് പറ്റിപ്പോയത്. അമ്മേ കരയല്ല, അമ്മേന്റെ മോൾ കരയല്ല. അമ്മേന്റെ മോക്ക് ഇതിന്റെ അകത്ത് നല്ല മാറണമെന്ന് ആഗ്രഹമുണ്ടാ? അമ്മ അറിയാണ്ട് പറ്റിപ്പോയത്. അമ്മേ കരയല്ല, അമ്മയില്ലേ കൂടെ? അമ്മ എനിക്ക് പേടിയാവുന്ന. അമ്മ എനിക്ക് ഇതിന്ന് മാറാൻ പറ്റുമോ? അമ്മ എനിക്ക് പേടിയാവുന്ന. അമ്മേന്റെ മോള് കരയണ്ട, ഇതിന്റെ അകത്ത് നല്ല മാറാൻ പറ്റും. അമ്മയില്ലേ, അച്ഛനില്ലേ കൂടെ? എന്റെ മോള് പേടിക്കണ്ട കേട്ടാ. അച്ഛനും അമ്മയും കൂടെ ഉള്ളിടത്തോളം കാലം എന്റെ മോള് പേടിക്കണ്ട കേട്ടാ. ഇതിന്റെ അകത്ത് നല്ല മാറണമെന്ന് എന്റെ മോക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹമില്ല എന്നാ എന്റെ മോള് പേടിക്കണ്ട കേട്ടാ. നമുക്ക് ഇതിന്റെ അകത്ത് നല്ല മാറാം. കരയല്ലേ? ഇനി അമ്മ നോക്കിക്കോളാം മോളാ. ആരാണ് ഇവിടെ തെറ്റുകാർ? ഈ കുട്ടിയോ അതോ ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ? ലഹരിക്ക് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും കൊല്ലാൻ മടിക്കാത്ത, എന്ത് ദുഷ്പ്രവൃത്തിയും യാതൊരു മടിയും കൂടാതെ ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചതിൽ ആരാണ് ഇവിടെ തെറ്റുകാർ? ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് സാമ്പത്തിക ലാഭങ്ങൾക്കും മറ്റു പലതിനും വേണ്ടി ലഹരി ജനങ്ങളിലേക്ക് കുത്തി നിറയ്ക്കുന്ന സംഘങ്ങളെയാണ്. ഇവർ നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. അങ്ങനെയുള്ളവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം നാളെ നമ്മുടെ മക്കൾ ഈ മണ്ണിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ഈ ലഹരി ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കിയേ മതിയാവും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പൊന്നുമക്കൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത് കണ്ടു നിൽക്കാൻ ഒരു മാതാപിതാക്കൾക്കും കഴിയില്ല.
ഇവിടെ ഈ മകളെ വെളിച്ചത്തിന്റെ നല്ല പാതയിലേക്ക് നയിക്കാൻ ഈ അമ്മയ്ക്ക് കഴിയട്ടെ. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം. വിജയം തീർച്ചയായും നമുക്ക് തന്നെയായിരിക്കും.